തെളിഞ്ഞ മുഖർമുഖരാജ്ഞാപിച്ചത് നേരം പാർത്ഥിവന്താനും നമസ്കാരം ചെയ്ത് വ്യാസാത്മജപദാന്തിയെ പാർത്തു പേർത്തെഴുന്നുടൻ വിനീതനായി അഞ്ജലികസ്തത്തോട് വാഗ്മിയാന്ത്രവൻ മധുരാക്ഷരവാച നെന്തിരുവടിതലോ മന്ദനാമടിയൻ സന്തതം അനുഗ്രഹിച്ചിടുവാനായിക്കൊണ്ടിപ്പോൾ ചിന്താ ചഞ്ചലം ഒഴിഞ്ഞെഴുന്നള്ളിയ മൂലം അന്തര സഫലമായി വന്നിതു മമജൽ നിത്യം ഈ വണ്ണം തന്നെ സജ്ജന സംസർഗത്തിൻ്റെ തിന്മീതേ മറ്റ് ഇഹലോകത്തെങ്കിലും മർത്യന്മാർക്ക് ഒരു പുണ്യവർത്തനം എന്തെന്നുള്ളത് അത്യന്തം അതിനെ അനുഗ്രഹിക്കണമേ വിഭോ. സേവിച്ചോളവും പുണ്യക്ഷേത്രങ്ങൾ തീർത്ഥങ്ങളും ഭാവിച്ചിടുന്നു. പവിത്രാകൃതി നിരന്തരം കേവലം ദർശിക്കും മാത്രത്താൽ സാധുക്കളെ പാവനമായി ഇടുന്ന പാതകയോഗങ്ങളും ആകയാൽ അവമാനം ഇങ്ങനെക്കതാരിലേക്കഥ ഭവിക്കരുത്. ആരിലും ഒരിക്കലും ഭൂദേവാദ്യകരെ സാധുക്കളെ വിശേഷിച്ചു ആദരാൽ അതിശയഭക്തി ഉണ്ടാകണം. നാനാ യോനികളിൽ ഭവിക്കലും മമ മനസ്സി ഹരിപദഭക്തി ഉണ്ടാകണം. പിന്നെ എനിക്കേറ്റ ശാപത്താൽ 7-ാം ദിനം തന്നെ ഞാൻ മരിക്കുമെന്നുള്ളത് നൂനമല്ലോ. എന്നാൽ എന്തപ്പോൾ പരലോകപ്രാപ്തിക്കായി ഒന്നും മുന്നേ ചെയ്യേണ്ടതെന്നും കേൾക്കേണ്ടതെന്തെന്നൊന്നും മുന്നേ വന്ദിച്ചു പൂജിക്കേണ്ടതാരെന്നതും മുഖർന്നുള്ളിൽ ധ്യാനിക്കേണ്ടത് എങ്ങനെ ഞാനെന്നതും നന്നായി ഇങ്ങ് അനുഗ്രഹിച്ചാനന്ദം വരുമ്പണ്ണം സന്ദേഹം പഠിച്ചരുൾ ചെയ്യണം. നമസ്തേ മഹാത്മനെ പരമാത്മനെ നമോ നമസ്തേ തപദാസോകം നമസ്കാരേണ മുഖസ്തുതിച്ച് വണ്ണം ഗുരുസമക്ഷം സുരേന്ദ്രനെ പോലെ ഭൂപതിവരം നമിച്ചു തൊഴുതു കൈകണകൾ ഉപ്പിത്തന്നെ സുബുദ്ധ്യാശ ഭസിച്ചേടിനാൽ സുഖാസനേ കർമ്മത്താലേവം പ്രതിപാദ്യാർത്ഥം പുരാണസ്യ നിമിത്ത സംക്ഷേപാധികാര നിർദ്ദേശങ്ങളെ സമസ്തം പ്രഥമം കൊണ്ട് ഇവിടെ ചൊല്ലിയിടിനെ നവർത്യന്തരനെ പോലെ വസിക്കുന്നവൻ ഇത് ശ്രീ മഹാഭാഗവതേ മഹാപുരാണി സൂതശ്ചമുനക സമ്പാദി പ്രഥമസ്കന്ധം സമാപ്ത. ഓം വിഷ്ണവേ നമ, ഓം ബ്രഹ്മണേ നമ, ഓം ശിവായ നമ, ഓം വാസുദേവായ നമ, ഓം പ്രദ്യുമ്നായ നമ, ഓം അനിരുദ്ധായ നമ, ഓം സംഘർഷണമൂർത്തി, ഓം ശ്രീ മഹാദേവി. ഓം നമോ ഭഗവതേ വാസുദേവായ. തൃതീയ സ്കന്ധം പിതൃമൈത്രേയ സംവാദം. ചൊല്ലി ചൊല്ലടു ശീക്ഷം കഥകൾ കിളിപ്പെണ്ണെ ചൊല്ലടും കിളിമകൾ കെട്ടുടൻ ഉരച്ച് സർഗാദി അർത്ഥങ്ങൾ 10 എന്നതിൽ ത്രിയത്തിൽ സർഗമായ ദിജകൾ കാരണ സംഭൂതി പോൽ കാരണ സംഭൂതിയും മഹത്വോൽപത്തിയും സാരശാസന പ്രജാപതികൾ ഉൽപ്പത്തിയും മൂലമായി വിതുരമൈത്രേയ സംവാദം കൊണ്ടിങ്ങാരംഭിക്കും. ധാർത്തരാഷ്ട്രന്മാരോ മുന്നം പാർത്ഥന്മാരോട് വിപരീതമായിരിക്കൽ ആർത്തരായി നശിക്കുമെന്നാൽ അതും കണ്ടി വണ്ണം പാർക്കരുതിൽ വെടിയെന്ന് ഓർത്ത് താൻ പുറപ്പെട്ട് പൊയ്ക്കൊള്ള് തീർത്ഥങ്ങളാടിയിടുവൻ പിതൃം ചെന്നവൻ പ്രഭാസ തീർത്ഥാന്തികം പ്രാപിച്ചപ്പോൾ മന്നവൻ അരികളെ കൊന്നിടും ധർമാത്മജൻ രാജ്യത്ത് കിടക്കുവാണിയിടിനാൻ അനേകതാ പൂജനായി എന്നുള്ളത് കേട്ടുകൊണ്ട് അവിടുന്ന് പൊയ്ക്കൊണ്ടാൻ തീർത്ഥങ്ങളാടിയിടുവൻ ക്ഷേത്രങ്ങൾ വാ
പ്രസംഗിച്ചാൻ ഓരോന്നില്ല ഭൂപ്രദക്ഷിണവും ചെയ്ത് ഈശ്വരാർത്ഥവും പ്രാർത്ഥിച്ച് ആത്മനി സർവം ചേർത്ത് വിശ്വസിച്ച് അനുദില പുണ്യവാഹിനിയായ കാളും തീരത്തിങ്കൽ ചെന്ന് നിന്നപ്പോൾ കൈവന്നത് വൃത്താന്തങ്ങൾ മൗസലം കഴിഞ്ഞ് നേരം പ്രധാനം കംസാരപദം ധ്യാനിച്ച് അവിടെ ചെന്നിടിനാൽ തമ്മിൽ അന്യോന്യം കണ്ട് സന്തോഷിച്ച് ആശ്ലേഷിച്ച് സമ്മാന സല്ലാപങ്ങൾ ചെയ്തിരുന്നിടും യാദവന്യമെല്ലാം ഒക്കെ നശിച്ചതും മാധവൻ നിജലോകം പ്രാപിച്ച് വൃത്താന്തവും വ്യാകുലാത്മന പറഞ്ഞവർ വിതുരരോട് ആകവേ കേൾപ്പിച്ചു. ലോകാധർമ്മ പ്രഭാവം ചൊല്ലിനോരനന്തരം മല്ലാരി ജഗൽപതി കല്യാണാലിയും തനിക്ക് ആത്മജ്ഞാനാർത്ഥം പരം തുല്യ ചെയ്ത സാഗനിപോട് ഉപദേശിച്ചുള്ള തീർത്ഥരുള്ളത് ചൊല്ലിയിടിനത്രൈവത്തിൽ വൃത്താന്തം കെട്ടളവ് അകം ചൊല്ലിന്